ഹൈ സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഓട്ടോകേഡ് എന്ന സബ്ജക്റ്റിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ, ഓട്ടോകേഡിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് പുതിയ ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ വീഡിയോസ് എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു MCQ ക്വസ്റ്റ്യൻ ടൈപ്സ് കുറച്ച് ടെസ്റ്റ് ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ടാഗ് പ്രോഡക്റ്റ് എന്നതിൽ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുകയാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്കത് വാങ്ങാവുന്നതാണ്. ഓക്കെ, ഓൺലൈനിൽ അത് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓട്ടോകേഡിലുള്ള സബ്ജക്റ്റ് എന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ക്ലോസ്ഡ് ഫിഗർ ആസ് എ സിംഗിൾ എൻറ്റിറ്റി ഓഫ് എനി ഷേപ്പ് ക്യാൻ ബി ഡ്രോൺ ബൈ ദ കമാൻഡ്. ഓക്കെ, ക്ലോസ്ഡ് ഫിഗർ ആസ് എ സിംഗിൾ എൻറ്റിറ്റി ഓഫ് എനി ഷേപ്പ് ക്യാൻ ബി ഡ്രോൺ ബൈ ദ കമാൻഡ്. അതായത് ക്ലോസ്ഡ് ഫിഗർ സിംഗിൾ എൻറ്റിറ്റിയിൽ നമ്മൾ വരയ്ക്കാൻ യൂസ് ചെയ്യുന്ന കമാൻഡ് ഏതെന്നാണ്. ഓപ്ഷനിൽ ലൈൻ ഉണ്ട്, കൺസ്ട്രക്ഷൻ ലൈൻ ഉണ്ട്, പോളി ലൈൻ ഉണ്ട്, പോളിഗൺ ഉണ്ട് അല്ലേ. ഏതാണ് ഇവിടെ ആൻസർ വരിക? ആൻസർ ഏതാണടാ? ആൻസർ വരുന്നത് പോളി ലൈനാണ് അല്ലേ. പോളി ലൈനാണ് നമ്മൾ അതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, പോളി ലൈനാണ് അവിടെ ആൻസർ വരുന്നത്. ഓക്കെ, ഇതിന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് ദ കമാൻഡ് യൂസ്ഡ് ടു കൺവേർട്ട് പോളി ലൈൻ ടു ലൈൻ. ഓക്കെ, ഡാഷ് ഈസ് ദ കമാൻഡ് യൂസ്ഡ് ടു കൺവേർട്ട് പോളി ലൈൻ ടു ലൈൻ. അതായത് പോളി ലൈനായിട്ട് നമ്മൾ വരച്ച ഒരു ഒബ്ജക്റ്റിനെ ലൈനിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഏത് കമാൻഡ് യൂസ് ചെയ്യുന്നു എന്നാണ്. ഓപ്ഷനിൽ ട്രിം ഉണ്ട്, എക്സ്പ്ലോഡ് ഉണ്ട്, എക്സ്ട്രൂഡ് ഉണ്ട്, ജോയിൻ ഉണ്ട്. ഓക്കെ, ഏതാണ് അവിടെ ആൻസർ വരിക? ഏത് കമാൻഡാണ് നമ്മൾ അതിനുവേണ്ടി യൂസ് ചെയ്യുക? ആൻസർ വരുന്നത് എക്സ്പ്ലോഡ് ആണല്ലേ. എക്സ്പ്ലോഡ് ആണ്. ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, പോളി ലൈനായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ്, പോളി ലൈൻ യൂസ് ചെയ്ത് വരച്ച ഒരു ഒബ്ജക്റ്റിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്പ്ലോഡ് എന്ന കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. എക്സ്ട്രൂഡ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എക്സ്ട്രൂഡ് നമ്മൾ 3Dയിലോട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രൂഡ് എന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത് അല്ലേ. ട്രിം അറിയാം, നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജോയിൻ അറിയാം, ജോയിൻ ചെയ്യാനായിട്ടാണ് ജോയിൻ എന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ചോദ്യം നോക്കാം. ദ ടേം UCS സ്റ്റാൻഡ്സ് ഫോർ. UCSൻ്റെ ഫുൾ ഫോമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ യൂസർ കോഓർഡിനേറ്റ് സ്റ്റേറ്റ്, യൂസർ കോഓർഡിനേറ്റ് സിസ്റ്റം, യൂണിവേഴ്സൽ കോഓർഡിനേറ്റ് സിസ്റ്റം, യൂസർ കോഓർഡിനേറ്റ് സെറ്റ്. ഓക്കെ, ഇതിലേതാണ് ആൻസർ? കറക്റ്റ് ആൻസർ ഏതാണടാ? UCSൻ്റെ ഫുൾ ഫോം വരുന്നത് ഏതാണ്? യൂസർ കോഓർഡിനേറ്റ് സിസ്റ്റം ആണല്ലേ. സോ ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ വരുന്നത്, യൂസർ കോഓർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ചോദ്യം: ഫ്രം വിച്ച് ഡയറക്ഷൻ ഓട്ടോകേഡ് സ്റ്റാർട്ട് മെഷറിംഗ് ആംഗിൾസ്. വിച്ച് ഡയറക്ഷനിലാണ് നമ്മൾ ഓട്ടോകേഡിൽ ആംഗിൾസ് മെഷർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ്. ഓപ്ഷനിൽ 12 o'clock ഉണ്ട്, 9 o'clock ഉണ്ട്, 3 o'clock ഉണ്ട്, 6 o'clock ഉണ്ട്. ഓക്കെ, ഇവിടെ ഏതാണ് ആൻസർ വരിക? ആൻസർ ഏതാണ്? ഇത് വലുതായിട്ട് കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. സോ ആൻസർ ഏതാണ്ടാ വരിക? ആൻസർ വരുന്നത് 3 o'clock ആണ്. ഓക്കെ, 3 o'clock ആണ്. ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ വരിക. അല്ലെങ്കിൽ നമുക്ക് ഈസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയാം. ഓക്കെ, ഈസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മെഷർമെൻറ്റ് നമ്മൾ പോകുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോകുന്നത്. ഓക്കെ, മെഷർമെൻറ്റ് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആ ഒരു മെഷർമെൻറ്റ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓർമ്മിക്കുക. നമ്മൾ വിച്ച് ഡയറക്ഷൻ ഓട്ടോകേഡിൽ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 3 o'clock എന്ന് പറയാം, അല്ലെങ്കിൽ ഈസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയാം. അത് പോകുന്നത് ആ ഒരു മെഷർമെൻറ്റ് ഗോസ് ടു കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ഓക്കെ, ദെൻ അഞ്ചാമത്തെ ചോദ്യം നോക്കാം. വെൻ ഡ്രോയിങ് ഇൻ 2D വിച്ച് ആക്സിസ് നോട്ട് വർക്ക് വിത്ത്. ഓക്കെ, ഏതാണ്? വെൻ ഡ്രോയിങ് ഇൻ 2Dയിൽ നമ്മൾ വരയ്ക്കുമ്പോൾ വിച്ച് ആക്സിസ് ആണ് വർക്ക് ചെയ്യാത്തത്? അതായത് നമുക്ക് ആവശ്യമില്ലാത്ത 2Dയിൽ ആവശ്യമില്ലാത്ത ആക്സിസ് ഏതെന്നാണ്. ഓപ്ഷനിൽ X ഉണ്ട്, -Z ഉണ്ട്, -Y ഉണ്ട്, Z ഉണ്ട്. ഓക്കെ, ഇതിലേതാണ് ആൻസർ വരിക? ഇതിൽ ആൻസർ വരിക ആക്ച്വലി ഓപ്ഷൻ ബിയും ആൻസർ വരും, ഓപ്ഷൻ സിയും ആൻസർ വരും അല്ലേ. നമ്മൾ 2D നമ്മൾ വരയ്ക്കാനായിട്ട് XY എന്ന ആക്സിസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Z നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? നമ്മുടെ 3Dയിലാണ് നമ്മൾ Z ആക്സിസ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ആൻസർ നോട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ -Z. ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും അവിടെ ആൻസർ ആയിട്ട് വരും. ഓക്കെ, ദെൻ ആറാമത്തെ ചോദ്യം നോക്കാം. പോളാർ കോഓർഡിനേറ്റ് ആർ യൂസ്ഡ് മോസ്റ്റ്ലി ഫോർ ഡ്രോയിങ്. പോളാർ കോഓർഡിനേറ്റ് നമ്മൾ മോസ്റ്റ്ലി ഏത് ഡ്രോയിങ്സിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നാണ്. ഓപ്ഷനിൽ പാരലൽ ലൈൻ ഉണ്ട്, 6P ലൈൻ ഉണ്ട്, ആംഗിൾഡ് ലൈൻ ഉണ്ട്, 45P ലൈൻ ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? നമ്മൾ പോളാർ കോർഡിനേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതിനാണ്?
ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ആംഗിൾഡ് ലൈനാണ് അല്ലേ? ഓപ്ഷൻ സി ആണ് ആംഗിൾഡ് ലൈനാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 7ാമത്തെ ചോദ്യം നോക്കാം. വെൻ യൂസിങ് ദ ട്രിം കമാൻഡ് വിച്ച് ഡു യു സെലക്ട് ഫസ്റ്റ്? നമ്മൾ ട്രിം കമാൻഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് സെലക്ട് ചെയ്യുന്നത് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഓപ്ഷനിൽ ഏതൊക്കെയുണ്ട്? ഓപ്ഷനിൽ കട്ടിങ് എഡ്ജ് ഉണ്ട്, അതുപോലെ തന്നെ ദ ഒബ്ജക്റ്റ് ടു ബി ട്രിംഡ് എന്നുണ്ട്, ഡിപ്പെൻഡ്സ് അപ്പോൺ ഒബ്ജക്റ്റ് ഉണ്ട്, എനിവെയർ ഉണ്ട്. ഓക്കെ, ഇതിലേതാണ് ആൻസർ വരിക? ആൻസർ വരിക ഏതാണ്? ആൻസർ വരിക കട്ടിങ് എഡ്ജ് ആണ്. ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്, ഞാൻ റിപ്ലൈ തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റി ഗ്രേഡ് 3 ഗ്രേഡ് 2 എക്സാമിനൊക്കെ നെമി ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നെമിയുള്ള ക്വസ്റ്റ്യൻസ് നോക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ നെമി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സീരീസ് അവൈലബിൾ ആണ്. 59 രൂപ കൊടുത്ത് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് അത് ഫുൾ വീഡിയോസ് കാണാൻ പറ്റും. ഡെമോ വീഡിയോസും അവൈലബിൾ ആണ്. ഡെമോ വീഡിയോസ് കണ്ട് നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8ാമത്തെ ചോദ്യം നോക്കാം. ഹൗ മെനി സ്നാപ്പ് പോയിന്റ് ഡസ് ആൻ ഒബ്ജക്റ്റ് ഹാവ്? ഓക്കെ, ഹൗ മെനി സ്നാപ്പ് പോയിന്റ് ഡസ് ആൻ ഒബ്ജക്റ്റ് ഹാവ് എന്നാണ്. ഓപ്ഷനിൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഒബ്ജക്റ്റ് എന്നുണ്ട്, അറ്റ്ലീസ്റ്റ് 4 എന്നുണ്ട്, 2 ഉണ്ട്, നൺ ഉണ്ട്. ഓക്കെ, അതിലേതാണ് ആൻസർ? ആൻസർ ഏതാണ്ടാ? ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഒബ്ജക്റ്റ് ആണല്ലേ? ആ ഒബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 9ാമത്തെ ചോദ്യം. ഹൗ മെനി പോയിൻറ്റ്സ് ഡു യു നീഡ് ടു ഡിഫൈൻ ഫോർ റെക്റ്റാങ്കിൾ കമാൻഡ്? റെക്റ്റാങ്കിൾ കമാൻഡിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് എത്ര പോയിൻറ്റ്സ് വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ 4 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, എനി നമ്പർ ഓഫ് പോയിൻറ്റ്സ് എന്നുണ്ട്. ഓക്കെ, ഇതിലേതാ ആൻസർ വരിക? നമുക്കറിയാം റെക്റ്റാങ്കിൾ നമുക്കിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ കമാൻഡ് അടിച്ചിട്ട് നമുക്കതിൽ ലെങ്തും ബ്രെഡ്ത്തും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ റെക്റ്റാങ്കിൾ അതിൽ കിട്ടുമല്ലേ? സോ ഇവിടെ ആൻസർ 2 ആണ്. ഓപ്ഷൻ ബി. ഓക്കെ, ഓപ്ഷൻ ബി 2 എന്നതാണ് അവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ദെൻ 10ാമത്തെ ചോദ്യം നോക്കാം. പ്രസ് ദ F9 കീ ഓഫ് ദ കീബോർഡ്. F9 കീ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, F9 കീ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷനിൽ ഗ്രിഡ് ഓൺ ഓർ ഓഫ് ഉണ്ട്, ഓർത്തോ ഓൺ ഓർ ഓഫ് ഉണ്ട്, സ്നാപ്പ് ഓൺ ഓർ ഓഫ് ഉണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. ഓക്കെ, ഏതിനാണ് നമ്മൾ F9 യൂസ് ചെയ്യുന്നത്? സ്നാപ്പ് ഓൺ ഓർ ഓഫ് ചെയ്യാനാണ് നമ്മൾ F9 യൂസ് ചെയ്യുന്നത്. F9 നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സ്നാപ്പ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമാണ് നമ്മൾ F9 യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കീ F6 ടോഗിൾസ് ഓൺ ഓർ ഓഫ്. കീ F6 നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതാണ്? ഓപ്ഷനിൽ സ്നാപ്പ് ഉണ്ട്, DUCS ഉണ്ട്, ഓർത്തോ ഉണ്ട്, DYN ഉണ്ട്. ഓക്കെ, ഇതിലേതാണ് ആൻസർ? F6 നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? DUCSനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്കതിൽ ആ കീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. F3 നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സ്നാപ്പിനാണല്ലേ? സ്നാപ്പ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമാണ് നമ്മൾ F3 നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ F4 ആണെങ്കിലോ F4 നമ്മൾ 3D സ്നാപ്പ് അല്ലേ? 3D സ്നാപ്പ് ഓൺ ഓർ ഓഫിനാണ് നമ്മൾ F4 യൂസ് ചെയ്യുന്നത്. ദെൻ F5 ആണെങ്കിലോ F5 നമ്മൾ ഐസോ പ്ലെയിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ? F5 നമ്മൾ ഐസോ പ്ലെയിനിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ F6 നമ്മൾ യൂസ് ചെയ്യുന്നത് DUCSനാണ് നമ്മൾ F6 യൂസ് ചെയ്യുന്നത്. ദെൻ F7 ആണെങ്കിലോ F7 നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രിഡ് ആണല്ലേ? ഗ്രിഡ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമാണ് നമ്മൾ F7 യൂസ് ചെയ്യുന്നത്. ദെൻ F8 ആണെങ്കിലോ F8 നമുക്കറിയാം ഓർത്തോ അല്ലേ? ഓർത്തോ ഓൺ ആക്കാനും ഓഫ് ആക്കുവാനാണ് നമ്മൾ F8 യൂസ് ചെയ്യുന്നത്. ദെൻ F9 ആണെങ്കിലോ സ്നാപ്പ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമാണ് നമ്മൾ F9 യൂസ് ചെയ്യുന്നത്. ദെൻ F10 ആണെങ്കിലോ F10 എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പോളാർ ആണല്ലേ? പോളാർ ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനാണ് നമ്മൾ F10 യൂസ് ചെയ്യുന്നത്. ദെൻ F11 ആണെങ്കിലോ F11 എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിങ്ങിനാണല്ലേ? ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിങ്ങിനാണ് നമ്മൾ F11 യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നോക്കി വെച്ചിരിക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ഓട്ടോകേഡ് സബ്ജക്റ്റിൽ നിന്ന് ചോദ്യങ്ങൾ വരികയാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് സ്ഥിരം ചോദിക്കുന്നതാണ്. സോ അത് ഫുള്ള് നിങ്ങൾ നോക്കി വെച്ചിരിക്കുക. ഓക്കെ, ഇനി F1 നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യാനാണ്. ഹെൽപ്പിനാണ് നമ്മൾ F1 യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത് 12ാമത്തെ ചോദ്യം നോക്കാം. ടു കോൾ ദ ലയൺ ടൂൾ ഫ്രം ദ കമാൻഡ് ലയൺ ദ ഫോളോവിങ് അബ്രിവേഷൻ ക്യാൻ ബി എൻറ്റേഡ്. അതായത് നമ്മുടെ ലയൺ ടൂളിൻ്റെ ഷോർട്ട് കട്ട് ഫോമാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ LIN ഉണ്ട്, അതുപോലെ തന്നെ 2 L ഉണ്ട്,
ദെൻ IN എന്നുണ്ട്, ദെൻ L ഉണ്ട്. ഓക്കെ, ഇതിലേതാണ് ആൻസർ വരിക? നമ്മൾ L എൻ്റർ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ലൈൻ കിട്ടും. സോ ലൈൻ എന്ന കമാൻഡ് വരും. സോ ഓപ്ഷൻ D ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 13ാമത്തെ ചോദ്യം, വെൻ യൂസിങ് റൊട്ടേറ്റ് ടൂൾ ദ ആംഗിൾ ഓഫ് റൊട്ടേഷൻ ഈസ് ഇൻ ദ ഡയറക്ഷൻ. വെൻ യൂസിങ് റൊട്ടേറ്റ് ടൂൾ ആംഗിൾ ഓഫ് റൊട്ടേഷൻ ഈസ് ഇൻ ദ ഡയറക്ഷൻ എന്നാണ്. ഓപ്ഷനിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഉണ്ട്, കഴ്സർ മൂവ്മെൻ്റ് ഉണ്ട്, നോ ഫിക്സ്ഡ് ഉണ്ട്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഉണ്ട്. ഓക്കെ, ഇതിലേതാണ് ആൻസർ വരിക? ആൻസർ ഏതാണ് വരിക? ആൻസർ വരുന്നത് ഓപ്ഷൻ D ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മൾ ഓട്ടോകേഡിൽ നമ്മൾ റൊട്ടേഷൻ, നിങ്ങളത് പലരും ചിലപ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ലായിരിക്കാം. ഓട്ടോകേഡിൽ നമ്മളിപ്പോൾ റൊട്ടേറ്റ് എന്ന ടൂള് എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഒരു -60 അതായത് മൈനസ് വാല്യൂ കൊടുത്തിട്ടാണ് നമ്മളത് ആംഗിളിൻ്റെ വാല്യൂ കൊടുക്കുന്നതെങ്കിൽ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആ ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ആവുക. ഓക്കെ, ഇനി നമ്മൾ മൈനസ് കൊടുക്കാതെ +60 കൊടുക്കുന്നതെങ്കിൽ, അതായത് നമ്മൾ +60 പ്ലസ് നമ്മൾ സൈൻ കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ സൈൻ ഒന്നും കൊടുക്കാതിരുന്നത് +60 ആണ്. ഓക്കെ, സോ നമ്മൾ വെറും 60 നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് എങ്ങനെയായിരിക്കും പോവുക? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും അത് റൊട്ടേറ്റ് ആവുക. ഓക്കെ, അപ്പോൾ അത് ഓർമ്മിക്കുക. നമ്മുടെ അത് നിങ്ങൾക്ക് ഓട്ടോകേഡ് ഉള്ളവരാണെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, നമ്മളൊരു ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് റൊട്ടേറ്റ് എന്ന ടൂൾ എടുത്തതിന് ശേഷം വെറും 60 എന്ന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ആ ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ആവുന്നത്. ഓക്കെ, ഇനി -60 എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും അത് റൊട്ടേറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഓട്ടോകേഡ് ഉള്ളവരാണെങ്കിൽ ആ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 14ാമത്തെ ചോദ്യം, ഡാഷ് കമാൻഡ് എൻലാർജ് ഓർ റെഡ്യൂസ് ദ വ്യൂ ഓഫ് ദ കംപ്ലീറ്റ് ഡ്രോയിങ്. ഓക്കെ, ഏതാണ്? സൂം ഉണ്ട്, പാൻ ഉണ്ട്, മൂവ് ഉണ്ട്, അറേ ഉണ്ട്. ഏതാണ് ആൻസർ? നമുക്കറിയാം സൂം ആണല്ലോ. ഓപ്ഷൻ A ആണ്, സൂം ആണ് അവിടെ ആൻസർ വരുന്നത്. മൂവ് നമുക്കറിയാം മൂവ് ചെയ്യാനാണ്. പാൻ നമുക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പാൻ നമ്മൾ ആ സ്ലൈഡ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനാണ് പാൻ എന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. അറേ ആണെങ്കിലോ നമുക്കൊരു ഒബ്ജക്റ്റ് ഒരു പാത്തിലോട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ആ അറേ എന്ന ഒരു ഒബ്ജക്റ്റ്, ആ അറേ എന്ന ടൂൾ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, 15ാമത്തെ ചോദ്യം നോക്കാം. ഡാഷ് കമാൻഡ് ഈസ് യൂസ്ഡ് ടു മൂവ് എക്സിസ്റ്റിംഗ് ഒബ്ജക്റ്റ് ഫ്രം ഓൺ ലൊക്കേഷൻ ഇൻ ദ ഡ്രോയിങ് ഇൻ അനദർ. ഓക്കെ, അതായത് ഒരു ഡ്രോയിങ്ങിലുള്ള ഒരു ഒബ്ജക്റ്റിനെ ആ ഡ്രോയിങ്ങിലെ തന്നെ മറ്റൊരു സ്ഥലത്തോട്ട് മൂവ് ചെയ്യാനായിട്ട് ഏത് കമാൻഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ കോപ്പി ഉണ്ട്, ഓഫ്സെറ്റ് ഉണ്ട്, മൂവ് ഉണ്ട്, മൾട്ടി ലൈൻ ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് മൂവ് തന്നെയാണ്. ഓപ്ഷൻ C ആണ് അവിടെ ആൻസർ വരുന്നത്. മൂവ് തന്നെയാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16ാമത്തെ ചോദ്യം, ഫ്രം ദ ഫോളോവിങ് വിച്ച് ഈസ് ഓഡ് വൺ. ഓഡ് വൺ എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ന്യൂ ഉണ്ട്, സ്കെയിലുണ്ട്, ക്ലോസ് ഉണ്ട്, സേവസ് ഉണ്ട് അല്ലേ. ഇതിലേതാണ് ഓഡ് വൺ നമുക്ക് പറയാൻ കഴിയുക? സ്കെയിലാണല്ലേ. ഓപ്ഷൻ B ആണ്, സ്കെയിലാണ് അവിടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഓപ്ഷൻ B ആണ് ആൻസർ. ദെൻ 17ാമത്തെ ചോദ്യം, ഷോർട്ട് കട്ട് കീ ടു കൺവേർട്ട് സെലക്റ്റഡ് ടെക്സ്റ്റ് ടു അപ്പർ കേസ്. അപ്പോൾ നമ്മൾ ഓട്ടോകേഡിൽ നമ്മളിപ്പം ടെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ടെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആക്കാൻ, അതായത് അപ്പർ കേസ് ലെറ്റേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഏത് ഷോർട്ട് കീ ആണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇതിൽ ആൻസർ ഏതാണ്? ഓപ്ഷനിൽ Ctrl+Shift+1 ഉണ്ട്, Ctrl+B ഉണ്ട്, Ctrl+Shift+U ഉണ്ട്, അതുപോലെ തന്നെ Ctrl+A ഉണ്ട്. ഓക്കെ, അതായത് നമ്മൾ ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടെസ്റ്റ് എന്ന കമാൻഡാണ് നമ്മൾ ഓട്ടോകേഡിൽ യൂസ് ചെയ്യുന്നത്. ടെസ്റ്റ് അടിച്ചിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യും. ടൈപ്പ് ചെയ്ത ശേഷം ആ ഒരു ടെസ്റ്റിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആക്കാൻ അല്ലെങ്കിൽ അപ്പർ കേസിലോട്ട് ആക്കാൻ വേണ്ടി ഏത് ഷോർട്ട് കട്ട് കീ എന്നാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം ചോദിക്കുന്നത്. ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് Ctrl+Shift+U ആണ്. ഓക്കെ, Ctrl+Shift+U ആണ്. ഓപ്ഷൻ C ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടില്ലായിരിക്കും. നിങ്ങൾ ഫുള്ള് വീഡിയോ കാണുക. അതുപോലെ തന്നെ ഓട്ടോകേഡിലുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടു ഡ്രോ ലൈൻസ് യൂസിങ് റിലേറ്റീവ് കോഓർഡിനേറ്റ് മെത്തേഡ് പ്രിസീഡ് കോഓർഡിനേറ്റ് വാല്യൂസ് വിത്ത് ഡാഷ് സൈൻ.
ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് റിലേറ്റീവ് കോർഡിനേറ്റ് മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ കോർഡിനേറ്റ് വാല്യൂസ് നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് ഡാഷ് സൈൻ, ഏത് സൈൻ യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഓപ്ഷനിൽ ആൻഡ് എന്ന സൈൻ ഉണ്ട്, പെർസെൻറ്റേജ് ഉണ്ട്, അറ്റുണ്ട്, സ്ലാഷ് ഉണ്ട്. ഓക്കെ, ഇതിലേതാണ് കറക്റ്റ് ആൻസർ വരിക? ആൻസർ വരിക അറ്റാണ്. ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് ഓട്ടോകേഡിൽ ഡ്രോയിങ്ങിൽ നമുക്ക് ഏതൊക്കെ കോർഡിനേറ്റ് മെത്തേഡാണ് ഉണ്ടാവുള്ളത്? ഓട്ടോകേഡിൽ നമുക്ക് ഏതൊക്കെ കോർഡിനേറ്റ് മെത്തേഡാണുള്ളത്? അബ്സല്യൂട്ട് കോർഡിനേറ്റ് മെത്തേഡ് ഉണ്ടല്ലേ, അബ്സല്യൂട്ട് കോർഡിനേറ്റ് മെത്തേഡ് ഉണ്ട്. അതുപോലെ തന്നെ റിലേറ്റീവ് കോർഡിനേറ്റ് മെത്തേഡ് ഉണ്ട്. ഓക്കെ, റിലേറ്റീവ് കോർഡിനേറ്റ് മെത്തേഡ് ഉണ്ട്. അതുപോലെ തന്നെ പോളാർ കോർഡിനേറ്റ് മെത്തേഡ് ഉണ്ട്. ഓക്കെ, പോളാർ കോർഡിനേറ്റ് മെത്തേഡ് ഉണ്ട്. ഈ ഒരു മൂന്ന് മെത്തേഡാണ്, 3 കോർഡിനേറ്റ് മെത്തേഡാണ് നമുക്ക് ഓട്ടോകേഡിലുള്ളത്. ഇതിൽ അബ്സല്യൂട്ട് കോർഡിനേറ്റ് മെത്തേഡ് ആണെങ്കിൽ നമ്മൾ എക്സ് വൈ ഇങ്ങനെയാണ് നമ്മൾ അതിനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, എക്സ് വൈ എന്നതുകൊണ്ടാണ് നമ്മളത് സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി റിലേറ്റീവ് കോർഡിനേറ്റ് മെത്തേഡ് ആണെങ്കിലോ, റിലേറ്റീവ് കോർഡിനേറ്റ് മെത്തേഡിൽ നമ്മൾ അറ്റെന്ന സിമ്പിൾ യൂസ് ചെയ്തിട്ട് ഈ ഒരു മെത്തേഡിലാണ് നമ്മളത് സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, എക്സ് കോമ വൈ ദെൻ ക്ലോസ് ബ്രാക്കറ്റ്, ഈ ഒരു രീതിയിലാണ് നമ്മളത് റിലേറ്റീവ് കോർഡിനേറ്റിൽ നമ്മളത് സ്പെസിഫൈ ചെയ്യുന്നത്. ഇനി പോളാർ കോർഡിനേറ്റിലാണെങ്കിലോ, പോളാർ കോർഡിനേറ്റിൽ അറ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 10 90 ഡിഗ്രി. ഓക്കെ, ഇതിൽ ഈ ഒരു 10 എന്ന് സൂചിപ്പിക്കുന്നത് ആ ഒരു ഡിസ്റ്റൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇതിൽ 90 ഡിഗ്രി എന്ന് പറയുന്നത് ആംഗിളാണ്, അതാണ് പോളാർ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഓരോ കോർഡിനേറ്റിനും സൂചിപ്പിക്കുന്നത്. ഓക്കെ, അബ്സല്യൂട്ടിലാണെങ്കിൽ ഇപ്പോൾ 3 കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. അബ്സല്യൂട്ട് കോർഡിനേറ്റ് സിസ്റ്റം, അതുപോലെ തന്നെ റിലേറ്റീവ് കോർഡിനേറ്റ് മെത്തേഡ്, പോളാർ കോർഡിനേറ്റ് മെത്തേഡ്. ഓക്കെ, അതിൽ അബ്സല്യൂട്ട് കോർഡിനേറ്റ് മെത്തേഡിൽ എക്സ് വൈ എന്ന രീതിയിലാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ റിലേറ്റീവ് കോർഡിനേറ്റ് മെത്തേഡിൽ നമ്മൾ ഈ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് അറ്റ് എക്സ് വൈ ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഈ ഒരു രീതിയിലാണ് നമ്മളത് സ്പെസിഫൈ ചെയ്യുന്നത്. ദെൻ പോളാർ കോർഡിനേറ്റിൽ അറ്റ് 10, 90 ഡിഗ്രി, ആ ഒരു രീതിയിലാണ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മളത് സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ നോക്കി വെച്ചിരിക്കുക. ഇതുപോലുള്ള നമുക്കറിയാം ഓട്ടോകേഡിൽ ചില എക്സാമിനൊക്കെ ഓട്ടോകേഡിൽ റാങ്ക് മേക്കിംഗ് തരത്തിലോട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ച് വെച്ചിരുന്നാൽ നിങ്ങൾക്കത് വാല്യുബിൾ ആയിരിക്കും. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 19ാമത്തെ ചോദ്യം, വിച്ച് വൺ ഈസ് നോട്ട് എ വാലിഡ് ടൈപ്പ് ഓഫ് യൂണിറ്റ്? വാലിഡ് ടൈപ്പ് ഓഫ് യൂണിറ്റ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓട്ടോകേഡിൽ വാലിഡ് ടൈപ്പ് ഓഫ് യൂണിറ്റ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ ഫ്രാക്ഷൻ ഉണ്ട്, ഓപ്പൺ ഉണ്ട്, സയൻറ്റിഫിക് യൂണിറ്റ് ഉണ്ട്, ആർക്കിടെക്ചറൽ യൂണിറ്റ് ഉണ്ട് അല്ലേ. ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? ഏതാണ് ആൻസർ വരുന്നത്? നമുക്കറിയാം ആൻസർ ഏതാണ്, ഓപ്പൺ ആണല്ലോ. ഓപ്ഷൻ ബി ഓപ്പൺ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു ഓട്ടോകേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അവൈലബിൾ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഏതൊക്കെയാണ്? എൻജിനീയേഴ്സ് യൂണിറ്റ് ഉണ്ടല്ലേ, എൻജിനീയേഴ്സ് യൂണിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ആർക്കിടെക്ചറൽ യൂണിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സയൻറ്റിഫിക് യൂണിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രാക്ഷൻ ഉണ്ട്, ദെൻ ഡെസിമൽ ഉണ്ട്. ഓക്കെ, ഡെസിമൽ ഉണ്ട്. ഇത്രയും 5 ടൈപ്പാണ്, 5 ടൈപ്പ് യൂണിറ്റ് സിസ്റ്റമാണ് ഉള്ളത്. ഏതൊക്കെയാണ്? എൻജിനീയേഴ്സ് യൂണിറ്റ്, ആർക്കിടെക്ചറൽ യൂണിറ്റ്, സയൻറ്റിഫിക് യൂണിറ്റ്, ഫ്രാക്ഷൻസ്, ഡെസിമൽസ്. ഈ ഒരു 5 ടൈപ്പ് യൂണിറ്റ്സ് ആണ് നമുക്കത് ഓട്ടോകേഡിലുള്ളത്. സോ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഓപ്പൺ ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് 20ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഈസ് നോട്ട് എ വാലിഡ് സൂം ഓപ്ഷൻ? വാലിഡ് സൂം ഓപ്ഷൻ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഓപ്ഷനിൽ സൂം നെസ്റ്റ് ഉണ്ട്, സൂം എക്സ്റ്റെൻഡ് ഉണ്ട്, സൂം ആൾ ഉണ്ട്, സൂം ഇൻ ഉണ്ട്. ഓക്കെ, ഇതിലേതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, സൂം നെസ്റ്റ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ബാക്കിയൊക്കെ നമ്മൾ സൂം ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, വാലിഡ് ആയ ഓപ്ഷൻസ് ആണ്. ഇതിൽ നോട്ട് എ വാലിഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, സൂം നെസ്റ്റ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ഓട്ടോകേഡിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്കറിയാം ഓട്ടോകേഡ് സബ്ജക്റ്റിൽ മിക്ക എക്സാമിനും ഒരു റാങ്ക് മേക്കിംഗ് തരത്തിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ചിലപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ടെസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രോഡക്റ്റ് ടാഗ് പ്രോഡക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കറിയാം, കാണാൻ പറ്റും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളതാണ്, അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളതാണ്. നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്കത് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇത് പ്രൊമോഷൻ തരത്തിലൊന്നുള്ളതൊന്നുമല്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.